ഇന്ന് ഞായറാഴ്ചയാണ്. നമുക്ക് കുറേ പണിയുള്ള ദിവസമാണ്. കുറേ പണിയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഫുഡൊക്കെ ഉണ്ടാക്കാൻ നല്ലപോലെ ഉണ്ട്. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചിക്കനും മീനും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ചീരത്തോരനാണ് കേട്ടോ വെക്കുന്നത്. ചീരത്തോരൻ തേങ്ങ അരച്ചാണ് കേട്ടോ വെക്കുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ തോരൻ അങ്ങനെയാണ് വെക്കാറ്. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം. ചീര ആദ്യം അരിഞ്ഞ് നല്ല വൃത്തി അരിഞ്ഞ് കഴുകി ഉപ്പും ഇട്ട് വേവിക്കണം. അതിനകത്തോട്ട് തേങ്ങ, വെളുത്തുള്ളി, മുളക് പൊടി ഇത് ഇത്രയും കൂട്ടും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇട്ടാൽ മതി, റെഡിയാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് മീനും ചിക്കനും എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻ ഇപ്പം ഇന്ന് എടുക്കുന്നില്ല, കാരണം ചിക്കനൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാം കൂടി ഇന്ന് എന്തിനാണ്, അതുകൊണ്ട് മീൻ എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചിക്കനുള്ള സംഭവങ്ങളൊക്കെ നോക്കാം. ചിക്കൻ എന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എല്ലാം കൂടെ ഇട്ട് ആണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മുടെ ചിക്കനിലോട്ട് അതും ഇട്ട് തൈര് ഒഴിച്ച് പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ചിക്കൻ വറുക്കാനുള്ളതും കൂടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഉരുളിയിലോട്ട് എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് പച്ചമുളക് ഇട്ട് സവാള ഇട്ട് നല്ലപോലെ വഴറ്റി വെക്കുന്നുണ്ട്. അതിനിടയ്ക്ക് എനിക്ക് നല്ലപോലെ ദഹിച്ചു. ഇപ്പോഴേക്ക് എന്തൊരു ദാഹമല്ലേ, വെള്ളം എത്ര കുടിച്ചാലും മതിയല്ല, അത്രയും ദാഹമാണ്. അപ്പം ഞാൻ എന്തായാലും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ബാക്കി പണിയിലോട്ട് കിടന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേണ്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തില്ലേ, ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ അത് അടിക്ക് പിടിക്കാതെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെക്കുന്നുണ്ട് വേവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മിക്സിയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് അഴുക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മാവ് അരച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം. അപ്പോൾ അതിൻ്റെ കുറച്ച് വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സ്വിച്ച് ബോർഡിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മോരേറി വെക്കാനായിട്ട് പോയിട്ടോ. മോരേറി എന്ന് വെച്ചാൽ തേങ്ങ അരയ്ക്കാതാണ് വെക്കുന്നത്. ചേച്ചിക്കൊക്കെ അതാണ് ഇഷ്ടം, അപ്പോൾ അതാണ് വെക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ മോര് പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല വെള്ളമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. തൈരും കൂടെ ഒഴിച്ചിട്ടാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയത്. അതുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് അരിഞ്ഞ് അതിനകത്തോട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ തൈര് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് ഉപ്പ് കൂടെ അത്രയേ ഉള്ളൂ. അപ്പോൾ അമ്മ അപ്പുറത്ത് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് പൊടിക്കാണ്, തീർന്നു പോയി. അപ്പോൾ അത് പൊടിക്കാണ്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചിക്കൻ വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കഷ്ണം എടുത്തിട്ട് ആദ്യം ഇട്ട് നോക്കുകയാണ് കേട്ടോ, ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുകയാണ്. സത്യം പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയും കൂടെ പിള്ളേർക്ക് ഉണ്ടായിരിക്കുകയാണ് കേട്ടോ 2 കാലം. പിന്നെ നമുക്ക് ചെറിയ പീസ് നമുക്ക് അങ്ങനെ വേണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ എന്തായാലും പിള്ളേർക്ക് വറുക്കാമല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2-3 പീസും കൂടെ വറുക്കാമെന്ന് വെച്ചിട്ട് അങ്ങ് വറുത്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മല്ലിയിലയും കൂടി ഇട്ട് നല്ലപോലെ ഇറച്ചി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ. ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്തേക്കണം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.